രാജാവായത്. സത്യവാനും വില്ലാളിവീരനുമായ ഭഗീരഥൻ പ്രജകൾക്കെല്ലാം ഏറെ ഇഷ്ടപ്പെട്ട രാജാവായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം സ്വന്തം പിതാമഹന്മാരുടെ ചരിത്രം കേട്ടിരുന്നു. മഹാതപസ്വിയായ കപില മഹർഷിയുടെ കോപാഗ്നിയിൽ സഗരപുത്രന്മാർ ദഹിച്ചുപോയതും അവർ സ്വർഗഗതി കിട്ടാതെ വിഷമിക്കുന്നതുമായ കഥ കേട്ട് അദ്ദേഹം ഏറെ ദുഃഖിച്ചു. എങ്ങനെയെങ്കിലും അതിന് പരിഹാരമുണ്ടാക്കണമെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി. സ്വർഗഗംഗയെ ഇവിടെ കൊണ്ടുവന്ന് പിതാമഹന്മാരുടെ ചിതാഭസ്മം നനയ്ക്കണം അദ്ദേഹം തീരുമാനിച്ചുറച്ചു. അതിനുവേണ്ടി അദ്ദേഹം രാജ്യഭാരം മന്ത്രിമാരെ ഏൽപ്പിച്ച് തപസ് ചെയ്യുവാനായി പോകുന്നു. ഹിമവാന്റെ സാനുക്കളിൽ ഭഗീരഥൻ വളരെക്കാലം ഉഗ്രമായി തപസ് ചെയ്യുന്നു. അങ്ങനെ ഗംഗാദേവി ഭഗീരഥന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഗംഗാദേവി ഭഗീരഥനോട് ചോദിച്ചു, എന്താണ് ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഹേ രാജശ്രേഷ്ഠ, അങ്ങയുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. ഭഗീരഥൻ ഗംഗാദേവിയോട് ഇപ്രകാരം പറഞ്ഞു, ഹേ മഹാനദി ഗംഗാദേവി, എന്റെ പിതാമഹന്മാരായ സഗരപുത്രന്മാർ പാതാളത്തിൽ കപിലമഹർഷിയുടെ കോപാഗ്നിയിൽ ദഹിച്ച് ഗതി കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. അവരുടെ ശരീരാവശിഷ്ടങ്ങൾ ഭവതിയുടെ പുണ്യജലം കൊണ്ട് സേചനം ചെയ്താൽ മാത്രമേ അവർക്ക് ഗതി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഭവതി പാതാളത്തിൽ വന്ന് അവരെ കരകയറ്റുവാൻ സഹായിക്കണമെന്നാണ് എന്റെ അപേക്ഷ. ഭഗീരഥന്റെ ഈ വാക്കുകൾ കേട്ട് ഗംഗാദേവി പറഞ്ഞു, ഭഗീരഥ, അങ്ങയുടെ ഇഷ്ടം പോലെ ഞാൻ പ്രവർത്തിക്കാം. പക്ഷേ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് പതിക്കുന്ന എന്റെ വേഗത വളരെ വലുതാണ്. അത് ഭൂമിയുടെ സമനില തന്നെ തെറ്റിക്കും. ആ വേഗത്തെ സഹിക്കുവാൻ നീലകണ്ഠനായ സാക്ഷാൽ പരമശിവനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതിനാൽ തപസ്സുകൊണ്ട് ശ്രീ പരമേശ്വരനെ സന്തോഷിപ്പിക്കുക. അദ്ദേഹം അങ്ങയുടെ ആഗ്രഹം സാധിക്കുവാൻ സഹായിക്കും. അങ്ങനെ ഭഗീരഥൻ കൈലാസത്തിലേക്ക് യാത്രയാകുന്നു. ശിവനെ മനസ്സിൽ ധ്യാനിച്ച് അതികഠിനമായ തപസ് ആരംഭിക്കുന്നു. ഉഗ്ര തപസ്സിന്റെ ഭാഗമായി ശിവൻ ഭഗീരഥന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം ഭഗീരഥനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഗംഗയെ തന്റെ ശിരസിൽ ധരിച്ചു കൊള്ളാമെന്ന വരം ശിവനിൽ നിന്ന് ഭഗീരഥന് ലഭിക്കുന്നു. സന്തുഷ്ടനായ ഭഗീരഥൻ തന്റെ വിഘ്നങ്ങളെല്ലാം തീർത്തുകൊണ്ട് വീണ്ടും ഗംഗയെ ധ്യാനിച്ചു. ഗംഗ അതാ പ്രത്യക്ഷപ്പെടുന്നു. സ്വർഗത്തിൽ നിന്നും പതിക്കുന്ന ഗംഗയെ തന്റെ ശിരസിൽ താങ്ങിക്കൊള്ളാമെന്ന് ശിവൻ സമ്മതിച്ച കാര്യം ഭഗീരഥൻ ഗംഗയെ അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശിവഭഗവാൻ ഹിമവത് പാർശ്വത്തിലെത്തി പുണ്യനദിയുടെ പതനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ ഹിമവത് പുത്രിയായ ഗംഗ ഉഗ്രമായ വേഗത്തോടെ ഭൂമിയിലേക്ക് പതിച്ചു. ആ അത്ഭുതം കാണുവാൻ ദേവന്മാരും ഗന്ധർവന്മാരും മഹർഷിമാരും ഒക്കെ സന്നദ്ധരായി നിന്നു. അതിശക്തമായി ഇളകി മറിഞ്ഞു വന്ന ഗംഗ ഉഗ്രരൂപിണിയായിട്ടാണ് വന്നതെങ്കിലും ശിവന്റെ ശിരസിലേക്ക് എത്തിയപ്പോൾ വളരെ സൗമ്യയായി തീർന്നു. അവിടെ നിന്നും 3 കൈവഴികളായി തീർന്നു. സമുദ്രത്തിലേക്ക് പ്രവഹിക്കുന്ന ഗംഗ ഭഗീരഥനോട് ചോദിച്ചു, ഞാൻ ഏത് വഴിക്കാണ് പോകേണ്ടത്? പറഞ്ഞു തരിക. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത്. ഭഗീരഥൻ സഗരപുത്രന്മാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്ക് വഴി കാണിച്ചു കൊടുത്ത് ഗംഗയെ നയിച്ചു.